ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയുമായിരുന്നെങ്കിലും ഗബ്രിയും ജാസ്മിനും പ്രണയിക്കുന്നവരെ പോലെയാണ് ഹൗസിൽ പെരുമാറിയിരുന്നത്. മാത്രമല്ല, ഗബ്രി കയ്യിൽ ഉമ്മ വെച്ചപ്പോഴും കൈ കോർത്ത് പിടിച്ചപ്പോഴും കടിച്ചപ്പോഴും നക്കിയപ്പോഴുമൊന്നും ജാസ്മിൻ തടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ കള്ളം പറഞ്ഞതാണോ എന്ന സംശയം പ്രേക്ഷകർക്കുണ്ടായിരുന്നു. ഇപ്പോഴിതാ ജാസ്മിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരത്തിൻ്റെ പിതാവ് ജാഫർ. ജാസ്മിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണെന്ന് വാപ്പ വെളിപ്പെടുത്തി. എൻ്റെ മകളുടെ വിവാഹ നിശ്ചയം നേരത്തെ ഒരിക്കൽ കഴിഞ്ഞതാണ്. അതേക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ ആരെയും തേജോവധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ആ വിവാഹ നിശ്ചയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. അതിനുശേഷം ജാസ്മിൻ്റെ വിവാഹ നിശ്ചയം മറ്റൊരു പയ്യനുമായി കഴിഞ്ഞു. അത് പുറത്തു പറയരുതെന്ന് അവളോട് പറഞ്ഞത് ഞാനാണ്. കാരണം എനിക്കതിഷ്ടമല്ല. ആദ്യത്തേതും ആരോടും പറയരുതെന്ന് മകളോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പയ്യൻ എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ മനസ്സുള്ളയാളാണ്. ഞാൻ അവനോട് സംസാരിക്കാറുണ്ട്. നെഗറ്റീവ് നല്ലോണം വരുന്നുണ്ടെന്ന് അവർ എന്നോട് പറഞ്ഞിരുന്നു. അത്രമാത്രം. അതുപോലെ അവൾ അവളുടെ സുഹൃത്തുക്കളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചും ഉപ്പ പറഞ്ഞു. അവൾ പണ്ടും സുഹൃത്തുക്കളുമായി വീട്ടിൽ വരാറുണ്ട്. ഇതുപോലെയെല്ലാം പെരുമാറാറുമുണ്ട്. ഞാൻ അത് കണ്ടിട്ടുള്ളതുമാണ്. ലവ് ട്രാക്ക് എടുത്താൽ ജനങ്ങൾ സ്വീകരിക്കുമെന്ന ചിന്ത എൻ്റെ മകളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. അത് എല്ലാ ജനങ്ങളും സ്വീകരിക്കണമെന്നില്ലല്ലോ. അതുമാത്രമല്ല, കരയരുത്, ലവ് കോംബോ പിടിക്കരുത് എന്നൊക്കെ അവളോട് ഞാൻ പറഞ്ഞു വിട്ടതുമായിരുന്നു. അവൾ നല്ല ഗെയിമറാണ്, തന്ത്രശാലിയുമാണ്. ചില സാഹചര്യത്തിൽ അത് ഓവറാകുന്നുണ്ട് എന്നാണ് ജാസ്മിൻ്റെ പിതാവ് ജാഫർ പറഞ്ഞത്. പള്ളിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്നുള്ള തരത്തിൽ പ്രചരിക്കുന്ന വാർത്തയിൽ സത്യമില്ലെന്നും ഇത് വെള്ളരിക്ക പട്ടണമാണോ എന്നും ജാസ്മിൻ്റെ പിതാവ് ചോദിച്ചു. 23-കാരിയായ ജാസ്മിൻ്റെ വിവാഹം 2022 നടക്കേണ്ടതായിരുന്നു. പക്ഷേ വിവാഹത്തിന് 1 മാസം ശേഷിക്കെ അത് മുടങ്ങി. താൻ സ്വർണം വരെ വാങ്ങിയിരുന്നുവെന്ന് ജാസ്മിൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജാസ്മിൻ്റെ സുഹൃത്തായിരുന്നു വരൻ. ഇരുവരും ഏറെ നാൾ പ്രണയിച്ച ശേഷമാണ് വിവാഹിതരാകാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ അത് മുടങ്ങി. ചെറുക്കൻ വീട്ടുകാരുടെ കുഴപ്പം കൊണ്ടാണ് മുടങ്ങിയത് എന്നാണ് ജാസ്മിൻ പറഞ്ഞത്.